ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവരാജ്യത്തെ പ്രതിയുള്ള കന്യാത്വം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എല്ലാ ബന്ധങ്ങളെയുംകാൾ മുൻഗണനയുള്ളതാണ് ദൈവവുമായുള്ള ബന്ധം. എന്ന് വെച്ചാൽ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകാർ, നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ എന്നിങ്ങനെ നാം ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാറ്റിനേക്കാളും മുൻഗണന ദൈവത്തിനുള്ളതാണ്. സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരാൻ ആർക്കും സാധിക്കില്ല എന്ന് യേശു തന്നെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ 1618 ഖണ്ഡികയിൽ പറയുന്നു, ഈ ജീവിതശൈലി ഒരു വിളിയാണ്. ക്രിസ്തു തന്നെയാണ് ഈ ജീവിതശൈലിയുടെ മാതൃകയും. സഭയുടെ ആദ്യകാലം മുതലേ തന്നെ വിവാഹത്തിന്റെ വലിയ നന്മയെ ഉപേക്ഷിക്കാൻ തയ്യാറായ അനേകം സ്ത്രീ പുരുഷന്മാർ ഉണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം? 1619 ഖണ്ഡികയിൽ ഇതിനെ വ്യക്തമാക്കുന്നു. സ്വർഗരാജ്യത്തെ പ്രതിയുള്ള കന്യാത്വം മാമോദീസയിലെ കൃപാവരത്തിന്റെ പ്രകാശനമാണ്. യേശുവുമായുള്ള ബന്ധത്തിന്റെ ആഴത്തിന്റെയും അവിടുത്തെ വരവിനായുള്ള തീവ്രമായ കാത്തിരിപ്പിന്റെയും ശക്തമായ അടയാളമാണത്. എന്നാൽ വിവാഹം എന്നത് കടന്നു പോകുന്ന ഈ യുഗത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. തുടർന്ന് 1620 ഖണ്ഡികയിൽ പറയുന്നു, വിവാഹവും കന്യാത്വവും കർത്താവിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഈ രണ്ട് ജീവിതത്തിനും അർത്ഥം നൽകുന്നതും അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കാനുള്ള കൃപ നൽകുന്നതും അവിടുന്ന് തന്നെ. ഈ രണ്ട് ജീവിതങ്ങളുടെയും മതിപ്പും അർത്ഥവും തമ്മിൽ വേർതിരിക്കാനാവില്ല. ഒന്ന് മറ്റൊന്നിനെ പോഷിപ്പിക്കുന്നതാണ്. ഇനി നാം വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വിവാഹത്തെ അവമതിക്കുന്നവർ കന്യാത്വത്തിന്റെ ശോഭയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. അതിനെ പുകഴ്ത്തുന്നവർ അതിനെ ആദരിക്കുകയും പ്രശോഭിതമാക്കുകയും ചെയ്യുന്നു. നമുക്കും നാം ആയിരിക്കുന്ന ജീവിത രീതിയിൽ വിശ്വസ്തരായിരിക്കാം. മണവാളനായി വിളക്ക് കൊളുത്തി കാത്തിരിക്കുന്ന 5 കന്യകമാരെ പോലെ നമുക്കും അവിടുത്തെ വരവിനായി ജാഗ്രതയോടെ ഒരുക്കത്തോടെ ആയിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.